ഹരിയാനയിൽ അത് പറയുമ്പോൾ തന്നെ ലീഡ് ഗംഭീരമായി വർദ്ധിപ്പിക്കുകയാണ് അവിടെ INC സഖ്യം 30 സീറ്റുകളിലേക്ക് അല്ലെങ്കിൽ 30 എന്ന നിലയിലേക്ക് ലീഡ് ഉയർത്തിയിരിക്കുന്നു. അത് വളരെ പ്രധാനപ്പെട്ടതാണ്. മൂന്നാമതും ഭരണം ലക്ഷ്യമിടുന്ന BJPക്ക് വൻ തിരിച്ചടി നൽകുന്ന ഫലസൂചനകളാണ്. INC സഖ്യം 35 സീറ്റുകൾ അല്ലെങ്കിൽ പോസ്റ്റൽ വോട്ടുകൾ എണ്ണുമ്പോൾ 35 ഇടത്ത് ലീഡ് ചെയ്യുന്നു എന്നതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. അത് വലിയൊരു ലീഡ് നില തന്നെയാണ്. കാരണം മറുവശത്ത് BJPക്കുള്ളത് വെറും 14 എണ്ണം മാത്രമാണ്. വിഷ്ണു, ഹരിയാനയിൽ വ്യക്തമായ ആധിപത്യം, മൃഗീയമായ ആധിപത്യം ആദ്യ മിനിറ്റുകളിൽ കാണാൻ കഴിയുന്നു. വലിയ ആത്മവിശ്വാസം അവിടെ സഖ്യത്തിന് അത് നൽകുന്നുണ്ട്. മനു, തീർച്ചയായിട്ടും അത്തരത്തിൽ തന്നെയാണ്. കോൺഗ്രസ് കൃത്യമായിട്ടൊരു ആധിപത്യം പുലർത്തി തന്നെയാണ് ഹരിയാനയിൽ മുന്നോട്ട് പോകുന്നത്. 35 സീറ്റിൽ കോൺഗ്രസ് സഖ്യം ലീഡ് ചെയ്യുന്നു. അവിടെ BJP ഹരിയാനയിൽ 14 സീറ്റിൽ മാത്രമാണ് ഇപ്പോൾ ലീഡ് ചെയ്യുന്നത്. അത്തരത്തിൽ തുടക്കത്തിൽ തന്നെ വ്യക്തമായിട്ടൊരു ലീഡ് നിലനിർത്താൻ, അത് ഈ തപാൽ വോട്ടിലും വ്യക്തമായ ലീഡ് നിലനിർത്താൻ കോൺഗ്രസിന് ഹരിയാനയിൽ കഴിയുന്നുണ്ട്. ഹരിയാനയിൽ ഇപ്പോൾ സാവിത്രി ജിണ്ടൽ ലീഡ് ചെയ്യുന്നുണ്ട്. സാവിത്രി ജിണ്ടൽ ഹിസ്സറിൽ നിന്ന് മത്സരിക്കുന്ന സ്വതന്ത്ര സ്ഥാനാർത്ഥിയാണ്. BJP വിമതയാണ്. ആ സാവിത്രി ജിണ്ടൽ ഇവിടെ ഹരിയാനയിലെ ഹിസ്സറിൽ ലീഡ് ചെയ്യുന്നു. അതൊരു സന്ദേശമാണ് വിഷ്ണു. ജുലാനയിൽ വിനേഷ് ഫോഗട്ട് ലീഡ് ചെയ്യുമ്പോൾ അത് പ്രധാനമന്ത്രിക്കും BJPക്കും നൽകുന്ന സന്ദേശം ചെറുതല്ല. ആ പേരിനൊരു നക്ഷത്ര തിളക്കമുണ്ട്, ഒരു കണ്ണീരിന്റെ പകയുടെ തിളക്കമുണ്ട് ആ മത്സരത്തിന്. മനു, തീർച്ചയായിട്ടും അത്തരത്തിൽ തന്നെയാണ്. കാരണം ഇത്തവണ ശക്തമായിട്ടൊരു മത്സരം തന്നെയായിരുന്നു ജുലാനയിൽ വിനേഷ് ഫോഗട്ടിൻ്റെ ഭാഗത്തു നിന്നും ഉണ്ടായത്. ഒരുപക്ഷെ ഈ ഒരു തെരഞ്ഞെടുപ്പിൽ ഹരിയാനയിൽ BJP നേരിട്ട ഏറ്റവും വലിയ വെല്ലുവിളികളിൽ ഒരു വെല്ലുവിളി എന്ന് പറയുന്നത് ഈ ഗുസ്തി താരങ്ങളുടെ സമരവും പ്രശ്നങ്ങളുമാണ്. അതിന് നേതൃത്വം നൽകിയ ആളാണ് വിനേഷ് ഫോഗട്ട്. ആ വിനേഷ് ഫോഗട്ടിൻ്റെ നേതൃത്വത്തിൽ ശക്തമായ മത്സരം തന്നെയാണ് ഇത്തവണ നമുക്ക് ജുലാനയിൽ കാണാൻ കഴിഞ്ഞത്. എന്തായാലും വിനേഷ് ഫോഗട്ട് ഇപ്പോൾ ഇവിടെ ഹരിയാനയിൽ ജുലാനയിൽ ലീഡ് ചെയ്യുന്നുണ്ട്. കിലോയിൽ നിന്ന് ഭൂപീന്ദർ ഹൂഡ ലീഡ് ചെയ്യുന്നുണ്ട്. നയാബ് സിംഗ് സൈനി ഇപ്പോഴത്തെ BJP മുഖ്യമന്ത്രി ലീഡ് ചെയ്യുന്നുണ്ട്. അത്തരത്തിൽ ഈ പ്രമുഖ സ്ഥാനാർത്ഥികളൊക്കെ തന്നെ ലീഡ് ചെയ്യുന്നുണ്ട്. അപ്പോൾ പോലും കോൺഗ്രസ് കൃത്യമായിട്ടുള്ള ലീഡ് മുൻനിർത്തി തന്നെയാണ് ഹരിയാനയിൽ മുന്നോട്ട് പോകുന്നത്. 36-20 എന്നതിലേക്ക് എത്തിയിട്ടുണ്ട്. 36 സീറ്റിൽ കോൺഗ്രസ്, 20 സീറ്റിൽ BJP എന്നതിലേക്കാണ് ഇപ്പോൾ എത്തി നിൽക്കുന്നത്. INLD 2 സീറ്റിലും JJP 1 സീറ്റിലും ഇപ്പോൾ ഹരിയാനയിൽ ലീഡ് ചെയ്യുന്നുണ്ട്. കാശ്മീരിൻ്റെ കാര്യത്തിലേക്ക് വന്നാൽ 14-12 എന്ന നിലയിലാണ്. അത് ഞാൻ നേരത്തെ ചൂണ്ടിക്കാട്ടിയതുപോലെ ഹരിയാനയിൽ വലിയൊരു ടഫ് ഫൈറ്റ് തന്നെ നമുക്ക് കാണാൻ കഴിയും. ജമ്മു കാശ്മീരിൽ ഇഞ്ചോടിഞ്ച് പോരാട്ടം നടക്കുമ്പോൾ ഹരിയാനയിൽ BJP ചിത്രത്തിൽ പോലും ഇല്ലാതാകുന്ന സ്ഥിതിയിലേക്ക് കാര്യങ്ങൾ പോകുന്നു എന്നതാണ്. അക്ഷരാർത്ഥത്തിൽ ഹരിയാനയുടെ രാഷ്ട്രീയ ഗോതയിൽ BJPയെ തൂത്തെറിയുകയാണ് എന്ന് തന്നെ നമുക്ക് ഈ ആദ്യഘട്ട ഫലസൂചനകളിൽ നിന്ന് മനസ്സിലാക്കാൻ കഴിയുന്നു.